മഴക്കാലത്ത് സൗദി അറേബ്യയിൽ ഒരുക്കിയിട്ടുള്ള സാംസ്കാരികോത്സവമാണ് റിയാദ് സീസൺ. ഇക്കുറി ഇന്ത്യൻ വാരാഘോഷത്തോടെയായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. 7 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന റിയാദ് സീസണിൽ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പൈതൃകം അടുത്തറിയാനുള്ള അവസരമാണ് റിയാദിലെ സുവൈദി പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. 14 സോണുകളിലായി നടക്കുന്ന വിനോദ പരിപാടികളിൽ സുവൈദി പാർക്കിൽ മാത്രമാണ് പ്രവേശനം സൗജന്യമായിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള യുവഗായകർ ഉൾപ്പെടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. റിയാദ് സീസന്റെ വിശേഷങ്ങളിലേക്ക്. സാംസ്കാരിക വിനോദ വിരുന്നൊരുക്കി ഇന്ത്യൻ കലാമേളയോടെയാണ് റിയാദ് സീസന്റെ കമ്മ്യൂണിറ്റി ഇവന്റിന് സുവൈദി പാർക്കിൽ തുടക്കമായത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ ആഘോഷങ്ങളിൽ രാജ്യത്തിന്റെ വൈവിധ്യവും പൈതൃകവും അടയാളപ്പെടുത്തുന്ന സാംസ്കാരിക ഘോഷയാത്രയാണ് പാർക്കിലെത്തുന്നവരെ ആകർഷിക്കുന്നത്. വൈകിട്ട് 7:30ക്കും 9:30ക്കും പാർക്കിനു ചുറ്റും 2 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആസ്വദിക്കാൻ അറബികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് എത്തുന്നത്. കാർണിവൽ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രീസിലെ അതിനെ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ജനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ഡാൻസ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റയർ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കലാരൂപത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ അതിനെ വളരെ ഹാപ്പി ആയിട്ടാണ് അതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം അത് കാണാനായി ഒരുപാട് ആൾക്കാർ, ഇത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് വലിയൊരു അട്രാക്റ്റീവ് പോർഷനാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യ കലകളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഘോഷയാത്ര. ഇതിനു പുറമെ പ്രധാന വേദിയിൽ ഇന്ത്യൻ കലാകാരന്മാരുടെ പ്രകടനങ്ങളും അരങ്ങേറും. ചൌക്ക്, ഖുമാർ, ലാവണി, ഗർബ, കൽബലിയ, പഞ്ചാബി ഡാൻസ്, നാസിക് ഡോൾ, ചെണ്ടമേളം തുടങ്ങി വർണ്ണപ്പൊലിമയും മേളപ്പെരുക്കവുമായി അരങ്ങുണർത്തിയാണ് ഘോഷയാത്ര നീങ്ങുന്നത്. ചാഹു ഡാൻസ് കൊൽക്കത്തയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനി ഡാൻസ് രാജസ്ഥാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കൽബലിയ ഡാൻസ് ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ബാൻഡ് വന്നിട്ടുള്ളത്. അതേ രാജസ്ഥാനിൽ നിന്ന് തന്നെ അതൊരു ഷിഫ്റ്റ് 2 സെക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ബാൻഡിന്റെ ആൾക്കാർ. പിന്നെ നമ്മുടെ റിയാദിൽ നിന്ന് തന്നെയുള്ള കലാകാരന്മാരുണ്ട്. അതിനു പുറമെ കേരളത്തിൽ നിന്നാണ് കൂടുതലും ഈ കലാരൂപങ്ങൾ, ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഓരോ കലാരൂപം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങളും ഇതിൽ ഒരുപാട് വേഷങ്ങളും ഇതൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ തനത് കലയായ ചെണ്ടമേളം സൗദിയെ പരിചയപ്പെടുത്തിയത് മലയാളി സാംസ്കാരിക കൂട്ടായ്മ റിയാദ് ടാക്കീസ് ആണ്. ജാതിമത ഭേദമന്യേ ചെണ്ട പഠിക്കാൻ താല്പര്യമുള്ള യുവാക്കളെ റിയാദ് ടാക്കീസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പരിശീലിപ്പിക്കുകയായിരുന്നു. ഇന്നിവർ റിയാദ് സീസൺ ആഘോഷങ്ങളുടെ മുഖ്യ ഘടകമായി മാറി. സൗദി അറേബ്യയിൽ ചെണ്ടമേളം ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനത എങ്ങനെ ഈ മേളത്തെ സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ തനത് കലാവാദ്യത്തെ സ്വീകരിക്കും എന്നുള്ളത്. എന്നാൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സൗദികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ താളത്തിനനുസരിച്ച് നൃത്തം വെക്കുന്നു. വളരെ വലിയ രീതിയിൽ അവർ നമ്മുടെ ഈ മേളത്തിനെ ആസ്വദിക്കുന്നു. പൊതുവെ പറയപ്പെടുന്ന ചെണ്ട എന്ന വാദ്യം 18 വാദ്യങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന വാദ്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് ചെണ്ട എന്ന വാദ്യം ഒരു ആഗോള വാദ്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. കേരളത്തിൽ നിന്നുള്ള യുവഗായകർക്കാണ് റിയാദ് സീസൺ വേദിയിൽ അവസരമൊരുക്കിയിട്ടുള്ളത്. പുണ്യ പ്രദീപ്, വർഷ, ലക്ഷ്മി ജയൻ, നിസാർ വയനാട്, ഷിയ മജീദ് എന്നിവർക്കൊപ്പം ചുവടുവെക്കാൻ ഇന്ത്യ ഗോട്ട് ടാലന്റ് റിയാലിറ്റി ഷോ റണ്ണറപ്പ് ടീമുമുണ്ട്. സമയത്താണെങ്കിൽ പോലും അടിപൊളി ഓഡിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ലൈക്ക് ഭയങ്കര എനർജിയുള്ള, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ സൗദി എന്ന് പറയുമ്പോൾ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കൂടാതെ ഒരുപാട് കൾച്ചർ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും, അതുപോലെ റിയാദ് സീസണിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും. അതുകൂടാതെ ഒരുപാട് കൾച്ചറിലുള്ള ആളുകളെ മീറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം സമഗ്രമായി പരിചയപ്പെടുത്താൻ സുവൈദി പാർക്കിൽ ബസാർ എന്ന പേരിൽ പ്രത്യേക സോണും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമീണ കരകൌശല വിദ്യകളും നാടൻ കലാരൂപങ്ങളും ഭക്ഷ്യവിഭവങ്ങളുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആകർഷകമായ വളകൾ നിർമ്മിക്കുന്നതും ചെരുപ്പുകൾ തുന്നുന്നതും ഇവിടുത്തെ കൗതുക കാഴ്ചകളാണ്.
There are so many attractions like main stage, kids stage, and parade. And we have mini bazaar this time, new attraction. There's artists coming from India, the singers and the cricketers, and we have bangle making. They show the live, and we also have all kinds of traditional food of Indian. ഒക്ടോബർ 21 വരെയാണ് ഇന്ത്യൻ സാംസ്കാരികോത്സവം അരങ്ങേറുക. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാർ സുവൈദി പാർക്കിലെ കലാപ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ദിവസം പരിപാടി അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചതും ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കലാകാരന്മാരുടെ പ്രകടനം ആസ്വദിക്കാൻ ഒട്ടേറെ പ്രവാസികളാണ് സുവൈദി പാർക്കിൽ എത്തുന്നത്. ഞാനിവിടെ 33 വർഷമായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടായ വളർച്ച ഒരുപാട് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. സൗദികളൊക്കെ ഈ നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാരെയും കലാകാരികളുടെയും ഗാനങ്ങളുമൊക്കെ ആസ്വദിച്ച് കൈയടിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യക്കാർക്കും ഇവിടുത്തെ രീതികൾ കണ്ടുപഠിക്കാനും അവര് പല പല കലാപരിപാടികൾ ആസ്വദിക്കാനും കഴിയുന്ന വലിയ നേട്ടമാണ്. നവംബർ 30 വരെ തുടരുന്ന റിയാദ് സീസണിൽ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, യമൻ, സുഡാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ലെവന്റ് രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം അടുത്തറിയാനും ആസ്വദിക്കാനും വരും ദിവസങ്ങളിൽ കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ.